കറക്റ്റ് ടൈമിൽ എവിടെയെങ്കിലും എത്താന്നുള്ളത് ഡിക്ഷണറിയിൽ ഇല്ലാത്തതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല കേട്ടോ. അതുപോലെ തന്നെ സെയിം വൈബുള്ള ഫ്രണ്ട്സിന് കിട്ടാന്ന് പറയുന്നതും ഒരു ഭാഗ്യം തന്നെയാണല്ലേ. ഞങ്ങളടുത്ത് കറക്റ്റ് 9 മണിക്ക് എത്തണം എന്ന് പറഞ്ഞതാണ്, പക്ഷെ നമ്മൾ എത്തിയപ്പോഴേക്കും ഫുഡ് കഴിക്കുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. തൃശ്ശൂർ ഹയാത്തിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഓണം സെലിബ്രേഷൻ. ഗംഭീരമായിട്ടുള്ള ഓണം സെലിബ്രേഷൻ ആയിട്ടോ. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എത്തിയപ്പോഴേക്കും പകുതി പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടേക്ക് നിന്ന് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യാൻ പോയി. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓണക്കിറ്റ് കിട്ടും. ഏറ്റവും അവസാനം രജിസ്റ്റർ ചെയ്ത 3 പേര് ഞങ്ങളായിരുന്നു. രജിസ്റ്റർ ചെയ്യുന്നിടത്തുനിന്ന് ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോൺ വിളിച്ച് വരുത്തിയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത്. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. എവിടെയാണ് കഴിക്കണതെന്ന് അറിഞ്ഞൂടാ. ആൾക്കാർ പോകുന്നതിൻ്റെ പുറകെ അങ്ങ് പോയിരുന്നു. ഫസ്റ്റ് പന്തിയിലൊക്കെ കയറിയിരിക്കാന്ന് പറയില്ലേ, അതുപോലെ തന്നെ ആദ്യം തന്നെ ഞങ്ങൾ അങ്ങ് കയറിയിരുന്ന് കഴിച്ചിട്ടോ. അടിപൊളി സദ്യയായിരുന്നു. സദ്യനെ കുറിച്ച് ഒന്നും പറയാനില്ല. എന്താ പറയുക, കുത്തരി ചോറും അതുപോലെ 2 തരം പായസം, പാലടി ഉണ്ടായിരുന്നു, പരിപ്പായസം ഉണ്ടായിരുന്നു, മോര് കുടിക്കാനായിട്ട് 1 ഗ്ലാസ്, വെള്ളം കുടിക്കാനായിട്ട് 1 ഗ്ലാസ്, എല്ലാം നല്ലപോലെ അവർ അറേഞ്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പരിപ്പും അതുപോലെ തന്നെ നെയ്യും ഒക്കെ കൂട്ടി അടിപൊളിയായിട്ട് അങ്ങ് സദ്യ കഴിച്ചു. പിന്നെ അത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നേരെ പോയിട്ട് നമ്മൾ ഇരുന്ന് പ്രോഗ്രാംസ് കാണാമായിരുന്നു കേട്ടോ. അവിടെ സുന്ദരിക്ക് പൊട്ടുകുത്തൽ, കസേര കളി, അങ്ങനെ എല്ലാം പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ ഇരുന്ന് കണ്ടോളൂ. ഒന്നിലും അങ്ങ് പങ്കെടുക്കാനൊന്നും പോയില്ല. ഞാൻ ജോയിൻ ചെയ്തിട്ട് ആകെ 2 ദിവസം ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. എന്തായാലും അടിപൊളി സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഇരുന്ന് അങ്ങനെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. കോമ്പറ്റീഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിരുന്നു കേട്ടോ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് ചിത്തിരി ആയിരുന്നു കേട്ടോ. വടംവലിയായിരുന്നു ഏറ്റവും അവസാനം. അതിൽ ജയിച്ചവർക്ക് 5000 രൂപ ക്യാഷ് പ്രൈസാണ് കിട്ടിയത്. വടംവലിയൊക്കെ കഴിഞ്ഞ് ട്രോഫിയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് അവിടെ DJ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പക്ഷെ അതൊന്നും കാണാൻ നിന്നില്ല. ട്രോഫി എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഓണക്കിറ്റ് കൊടുത്തു തുടങ്ങി. അപ്പോൾ അതും വാങ്ങിച്ച് നമ്മൾ നേരെ പോന്നു. അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നത്. എല്ലാവരും ഓൾമോസ്റ്റ് ടയേർഡായിരുന്നു. എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നായിരുന്നു. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു മഴയും കൂടി കിട്ടിയിട്ടോ. അടിപൊളിയായിട്ട് അങ്ങനെ ആഘോഷിച്ചു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.